ഇടുക്കി കുമളിക്ക് സമീപം 1-ാം മൈൽ ഭാഗത്ത് ശക്തമായി മഴ പെയ്യുകയാണ്. കടകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലത്തേതിന് സമാനമായ സാഹചര്യത്തിലേക്ക് ഈ ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖല മാറുന്നുണ്ടോ എന്നൊരു ആശങ്ക ചെറുതായിട്ടെങ്കിലും ഇപ്പോഴുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, ഇന്നലെയും ഏതാണ്ട് ഇതേ സമയത്തൊക്കെയാണ് മഴ ശക്തമാവുകയും വെള്ളം കയറി തുടങ്ങുകയും ഒക്കെ ചെയ്തത്. എന്താണ് അവിടുത്തെ ഇന്നത്തെ സാഹചര്യം, ഇപ്പോഴത്തെ അവസ്ഥ? വിജയകുമാർ, ഇന്നലത്തേന് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. 1-ാം മൈൽ ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ശക്തമായ മഴ പെയ്യുന്നു. ഇടയ്ക്ക് ഒരു ശമനമുണ്ടായിരുന്നെങ്കിലും അല്പസമയം മുമ്പ് വീണ്ടും മഴ തുടങ്ങി. ഇതിന് പിന്നാലെയാണ് ഈ കടകളിലേക്ക് ഉൾപ്പെടെ ഈ വെള്ളം കയറാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഈ കടകളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റുക എന്നുള്ളത് മറ്റൊരു മാർഗം നിലവിലില്ല. ഈ കുമളി ഭാഗത്ത് ഈ ചെറിയ ഒരു മഴ പെയ്താൽ പോലും ഈ കടകളിലേക്കൊക്കെ അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇന്നത്തെയും സാഹചര്യം അങ്ങനെയല്ല. കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്നു, വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇന്നലത്തെ അവസ്ഥയാണ് എങ്കിൽ ഈ കോളനി ഭാഗത്തൊക്കെ ഈ കുമളി കോളനി ഭാഗത്തൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആളുകൾക്ക് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല, മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തൊക്കെ മഴ ശക്തമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവും കൂട്ടും. അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കുമളി ഭാഗത്താണ് നിലവിൽ മഴയുള്ളത്. ഈ നെടുങ്കണ്ടം ഉൾപ്പെടെയുള്ള മേഖലകളിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അത്ര തീവ്രമല്ല എന്നുള്ളതാണ് ആശ്വാസം. രാഹുലെ, ഇന്നലത്തെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ റവന്യൂ വകുപ്പും ജില്ലാ അഡ്മിനിസ്ട്രേഷനും പോലീസും ഒക്കെ ഒരു ജാഗ്രത എടുക്കുന്നുണ്ടോ? അവിടെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ സാന്നിധ്യമുണ്ടോ? ഇപ്പോൾ അടിയന്തരമായി ആളുകളെ വീട്ടിൽ നിന്ന് മാറ്റണമെങ്കിൽ, ക്യാമ്പുകളിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളുണ്ടോ? ഇന്നലെയൊക്കെ പല വീടുകളിലേക്കും വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ രംഗത്തിറങ്ങിയിരുന്നു. അപ്പോൾ അവിടെ ക്യാമ്പുകളൊക്കെ വേണമെങ്കിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള സൗകര്യമുണ്ടോ ആ പ്രദേശങ്ങളിൽ? വിജയകുമാർ, തീർച്ചയായിട്ടും ഹോളിഡേ ഹോമിൽ ഇപ്പോൾ തന്നെ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അങ്ങോട്ടേക്ക് മാറാം. മാത്രമല്ല, സ്കൂളുകൾ ഉൾപ്പെടെ കുമളി സ്കൂൾ ഉൾപ്പെടെ അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ വെള്ളം കൂടുതലായി വീടുകളിലേക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ഇന്നലത്തെ പോലെ കാത്തു നിൽക്കാതെ ആളുകൾ മാറണമെന്നുള്ള നിർദ്ദേശം മുന്നേ കൂട്ടി തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. മഞ്ചുമല, ആറ്റോരം, അതായത് വണ്ടിപ്പെരിയാർ മേഖലയിൽ ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം എത്തുകയും അതുപോലെ തന്നെ ഈ പെരിയാറിൽ പെയ്ത്തുവെള്ളം എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള മേഖലകളിലെ ആളുകളോടും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടുന്ന അളവിലേക്ക് പോയിട്ടില്ല ഈ മഴയുടെ തോത്. പക്ഷേ ഇതിങ്ങനെ തുടരുകയാണ് എങ്കിൽ അതിനുള്ള കൃത്യമായ നടപടി, മഴ തുടരുകയാണെങ്കിൽ ഒരു ജാഗ്രത, ഒരു കരുതൽ അവിടെ വേണ്ടിവരും. ഇന്നലെ ഒരു ദിവസം ഒരു രാത്രി പെയ്തത് 1-2 ആഴ്ച പെയ്യേണ്ട മഴയാണ് വളരെ ചുരുങ്ങിയ മണിക്കൂറുകളിൽ ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിൽ പെയ്തത്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ചെറിയ തോതിൽ അവിടെ ഈ 1-ാം മൈൽ ഭാഗത്തൊക്കെ കടകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.